എല്ലാവർക്കും നമസ്കാരം. സഫിർജാൻ ഇഎക്സിന്റെ മാനുവൽ അക്കൗണ്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മാനുവൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറയുന്നത് ഒന്നാമത്തെ ചാപ്റ്ററായ ബേസിക് അക്കൗണ്ടിങ്ങിന്റെ 4ാമത്തെ പാർട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ. കഴിഞ്ഞ 3ാമത്തെ പാർട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് അവസാനം നമ്മൾ പറഞ്ഞിരുന്നത് അതിൽ ക്യാപിറ്റലും ഡ്രോയിങ്സിനെയും കുറിച്ചായിരുന്നു. എന്താണ് ക്യാപിറ്റൽ എന്നും എന്താണ് ഡ്രോയിങ്സ് എന്നും. അതിനുശേഷം അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് അക്കൗണ്ടിംഗ് 4ാമത്തെ പാർട്ടിലെ ഫിനാൻഷ്യൽ ഇയർ എന്താണെന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതില് തുടക്കം തന്നെ, അതായത് ഇതിന്റെ 1ാമത്തെ ഭാഗത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് ഒരു ബിസിനസ്സിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഒരു ബിസിനസിന്റെ പ്രോഫിറ്റും ലോസും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഒരു നമ്മുടെ കമ്പനിയുടെ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് വെച്ചിട്ടാണ്, അക്കൗണ്ടിങ്ങിന്റെ കണക്ക് കൂട്ടല കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ നിർണ്ണയിക്കുന്നത്. അപ്പൊ നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റും ലോസും നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാലയളവ് മസ്റ്റാണ്. ഇത്ര കാലയളവ്, ഇപ്പോ 2021 നമ്മളെ കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അല്ലെങ്കിൽ 2020 കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഇങ്ങനെ നമ്മൾ ഇത്ര ഇയർ വെച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേക കാലയളവ് വേണം. ഇപ്പൊ 2021 ആണെന്നുണ്ടെങ്കിൽ എത്ര മുതൽ എത്ര വരെ, ഇപ്പൊ ഒന്നെങ്കിൽ ജനുവരി മുതൽ ഡിസംബർ വരെ, അല്ലെങ്കിൽ ഫെബ്രുവരി മുതൽ ജനുവരി, അടുത്ത വർഷത്തെ ജനുവരി വരെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രത്യേക കാലയളവ് വേണം, ഒരു വർഷമാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അത്തരത്തിലുള്ളൊരു ഇയർ ആണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ പ്രോഫിറ്റും ലോസും ഒക്കെ കണക്കാക്കാനുള്ള കാലഘട്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ കമ്പനികളുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് മുതലാണ് ആരംഭിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ നെക്സ്റ്റ് ഇയറിലെ മാർച്ച് 31 വരെയാണ്. അതായത് ഇതിപ്പോ 2021 ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അത് എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത്, കണക്ക് ക്ലോസ് ചെയ്യുന്നത് 2022 മാർച്ച് 31. ഓക്കെ, അപ്പോ 2021 മുതൽ 2022 വരെയുള്ള ആ കാലയളവിനുള്ളിൽ നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ. അങ്ങനെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ അവസാനിക്കുന്നത് മാർച്ച് 31 പറഞ്ഞു. അന്ന് നമ്മുടെ കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്കാക്കുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 31. അപ്പോ 2021 എല്ലാ കണക്കുകളും മാർച്ച് 31 എൻഡ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എല്ലാ കണക്കുകളും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയുള്ള കണക്കുകൾ മാത്രമേ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഇയറോട് കൂടി? ഇടപാടുകൾ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം. അതായത് എക്സാമ്പിള്, ഇപ്പോ നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മൾ ഈ വർഷം ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 50,000 50,000 രൂപ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു കരുതാ. ഈ 50,000 രൂപ ലോൺ എടുത്തിട്ട് അത് ഈ വർഷം തന്നെ നമ്മൾ അടച്ചു തീർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തായ കണക്കാണ്, ഇടപാട് തീർന്ന കണക്കാണ്. അത് ഈ വർഷത്തോടു കൂടി ക്ലോസ് ചെയ്തു. എന്നാൽ ഇവിടെ നമ്മൾ പേയ്മെന്റ് നടന്നിട്ടുള്ളത് ഒരു 15,000 രൂപയാണ് നമ്മൾ പേയ്മെന്റ് നടന്നിട്ടുള്ളത് എന്ന് കരുതാം. ബാക്കി ഇനി എത്ര ഉണ്ട്, 35,000 രൂപ ഇനി നമ്മൾ അടക്കാനുണ്ട്. അപ്പൊ ഇത് ഇടപാട് തീർത്ത കണക്കല്ല, ഇടപാട് ഇനി തീരാനുള്ള കണക്കാണ്, കംപ്ലീറ്റ് തീർന്നിട്ടില്ല. അപ്പോ ഈ 35,000 രൂപ ഈ വർഷത്തോടു കൂടി നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് അത്തരം കണക്കുകൾ നെക്സ്റ്റ് ഇയർ, വീണ്ടും നെക്സ്റ്റ് ഇയർ തുടങ്ങുന്നത് 2022 ഏപ്രിൽ 1 ആ ഏപ്രിൽ 1 ഈ കണക്ക് ഇനി ബാലൻസ് വരും. അതായത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് വരും. ഓക്കെ, അങ്ങനെ ഏത് വർഷമാണോ, ഏത് പീരീഡിലാണോ നമുക്ക് ആ കണക്ക് അവസാനിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഇടപാട് തീർക്കുന്നത്, അന്നത്തോടു കൂടി എന്താവുള്ളൂ, ആ കണക്ക് ക്ലോസ് ആവുള്ളൂ. അപ്പോ ഇതാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ഇയർ മസ്റ്റ് ആണ്. നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റും ലോസും ഏത് പീരീഡിലാണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരുന്നത് ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ടാണ്. അപ്പൊ ഇന്ത്യൻ കമ്പനികളുടെ ഫിനാൻഷ്യൽ ഇയറിലൊക്കെ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് അല്ലെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അങ്ങനെയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും കലണ്ടർ ഇയർ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ജനുവരി മുതൽ 31 ഡിസംബർ ആ കണക്ക് ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോ ഫിനാൻഷ്യൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളതാണ് ഗുഡ്സ്. എന്താണ് ഗുഡ്സ് എന്നുള്ളത്? ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലോട്ട്
വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിലേക്ക്, ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങൾ എന്തോ അതാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ ചരക്ക് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് പർച്ചേസ്ഡ് ഫോർ സെയിൽസ്, വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങൾ. അപ്പോ ഒരു ഫർണിച്ചർ ഷോപ്പ് ആണെങ്കിൽ അവിടെ വിൽക്കാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന അവിടുത്തെ ഫർണിച്ചർ ഐറ്റംസുകളായിരിക്കും, അല്ലെ ടേബിള്, ചെയർ, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളായിരിക്കും. ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് ആണെങ്കിൽ അവിടുത്തെ കമ്പ്യൂട്ടർ ആക്സറീസ് ആയിരിക്കും, മൗസ്, കീബോർഡ്, മോണിറ്റർ, മദർ ബോർഡ്, അതുപോലെ തന്നെയാണ് ഹാർഡ് ഡിസ്ക്, ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതുപോലെ പലചരക്ക് ഷോപ്പ് ആണെങ്കിൽ നമുക്കറിയാം അരി, ഗോതമ്പ്, അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളായിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് അങ്ങനെ എല്ലാ ഫേമുകളിലും, എല്ലാ സ്ഥാപനങ്ങളിലും നിങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടാണോ ആ വസ്തു വാങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഫോർ സെയിൽസ്, വിൽക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതാണ് ആ സ്ഥാപനത്തിന്റെ, ആ കമ്പനിയുടെ ഗുഡ്സ് അഥവാ ചരക്ക് എന്ന് പറയുന്നത്. ഈ ഗുഡ്സ് ആണ് കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുഡ്സ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു 100 സോപ്പ് വാങ്ങിച്ചാണെന്ന് കരുതാം. 100 സോപ്പ് നമ്മൾ വാങ്ങിച്ചു. ഇതില് നമ്മൾ 80 എണ്ണം നമ്മൾ വിറ്റുപോയി, ബാക്കി നമുക്ക് 20 എണ്ണം ഉണ്ട്. ഈ 20 എണ്ണമാണ് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് നമ്മുടെ കയ്യിലുള്ള ബാലൻസ് വന്നതിനാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ സമയത്തൊക്കെ നമ്മളൊരു കമ്പനി ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതൊക്കെ അവരുടെ സ്റ്റോക്കാണ്, നിലവിലുള്ള ഗുഡ്സുകളാണ്. ഈ സ്റ്റോക്കാണ് പിന്നീട് എന്തായി മാറുന്നത്? സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആയി മാറുന്നതെന്നല്ല, ഈ സ്റ്റോക്കിന്റെ മറ്റൊരു പേരാണ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്. അതായത് അക്കൗണ്ടിങ്ങിൽ പറയുന്ന പ്രത്യേക പേരാണ്. അതായത് നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ കയ്യിൽ, കമ്പനിയുടെ കയ്യിലുള്ള, കമ്പനിയിൽ നിലവിലുള്ള സ്റ്റോക്കിനെയാണ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്, കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാലും സ്റ്റോക്ക് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, സ്റ്റോക്ക് 50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് 50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്റ്റോക്കിന്റെ മൂല്യം തന്നെയാണ് അർത്ഥം. ഇനി സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആണ് പിന്നീട് മാറുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറുന്നത്. എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് തുടങ്ങുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്, അല്ലെ? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31. അപ്പൊ 31-നാണ് നമ്മുടെ കമ്പനി ക്ലോസ് ചെയ്യുന്നത്, നമ്മുടെ എൻഡിങ് ഡേറ്റ് എന്ന് പറയുന്നത്. ആ പീരീഡില് അന്ന് നമ്മുടെ കമ്പനിയുടെ ഒരു ഇയർ അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് അത് ബാക്കിയുണ്ടോ, അത് ബാലൻസ് ഉണ്ടോ, ആ സ്റ്റോക്കിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്ത് ബാലൻസ് വരുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇടപാട് തീരാത്ത കണക്കുകൾ നെക്സ്റ്റ് ഇയർക്ക് വരും എന്ന് പറഞ്ഞത്. ഇടപാട് തീർത്തോടെ കഴിഞ്ഞു, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് അവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറുന്നത്. അപ്പോ ഒരു പീരീഡിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നെക്സ്റ്റ് പീരീഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ പീരീഡിൽ നമ്മൾ സ്റ്റോക്ക് ഇല്ല, ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല, കംപ്ലീറ്റ് നമ്മൾ സെയിൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർക്ക് എന്തില്ല? ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. ഓക്കെ, അപ്പോ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഒന്ന് നമ്മൾ പറഞ്ഞത് ഫിനാൻഷ്യൽ ഇയർ ആണ്. ഫിനാൻഷ്യൽ ഇയർ നമ്മൾ പറഞ്ഞു ഏപ്രിൽ ടു 31 മാർച്ച്. പിന്നെ നമ്മൾ പറഞ്ഞത് ഗുഡ്സ് എന്താന്ന് പറഞ്ഞു, വിൽപ്പന വസ്തു, അല്ലെ, വിൽക്കാൻ വേണ്ടി വാങ്ങുന്നത്. സ്റ്റോക്ക്, അത് ബാക്കി വരുന്നത് കയ്യിലുള്ളിടത്തോളം കാലം സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറയും. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്ത് ബാലൻസ് വന്നത്. നെക്സ്റ്റ് ഇയർക്ക് വീണ്ടും വരുന്നതാണ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നെക്സ്റ്റ് ഇയർക്ക് വീണ്ടും ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറുന്നു. ഓക്കെ, ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി ലഭിക്കുവാൻ ഈ ചാനലിന്റെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണുന്ന പ്ലേലിസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലുള്ള മുഴുവൻ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ആയി തന്നെ കാണാവുന്നതാണ്. ഓരോ ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക.